നമസ്കാരം. നാട്ടിൻപുറത്തേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ വിരുന്നെത്തിയ ചെമ്പൻ മരക്കൊത്തിയുടെ ദൃശ്യങ്ങളോടെ ഇത്തവണത്തെ നാട്ടിൻപുറം തുടങ്ങാം. ശരീരമാകെ ചെമ്പൻ നിറമുള്ള ഇവയ്ക്ക് ഉച്ചിപ്പൂ കാണാറില്ല. ആൺപക്ഷിയുടെ കണ്ണിനു താഴെ ചുവന്ന നിറത്തിൽ ഒരു ചന്ദ്രക്കലയുണ്ട്. എന്നാൽ പെൺപക്ഷികൾക്ക് ഇതില്ല എന്നത് പ്രത്യേകത. വലിയ മരത്തിലെ ശിഖരങ്ങളിൽ കാണുന്ന ദ്വാരങ്ങളിൽ കറുത്ത ഉറുമ്പുകളുണ്ടാക്കുന്ന കൂടുകളിലാണ് ഇവ മുട്ടയിടുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇന്നത്തെ കാലത്ത് മനുഷ്യരെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ മൃഗങ്ങളെയോ പക്ഷികളെയോ സഹായിച്ചാൽ അവ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അങ്ങനെയുള്ള ഒരു തത്തയുടെ കഥയാണ് അടുത്തത്. കോഴിക്കോട് എലത്തൂരിലെ തയ്യൽ തൊഴിലാളിയായ സുരേഷിനൊപ്പം ഒരു തത്ത കൂട്ടുകൂടിയിട്ട് 25 വർഷമായി. കാക്കകളുടെ ആക്രമണത്തിൽ പരിക്കുപറ്റി വീട്ടുമുറ്റത്ത് വീണതായിരുന്നു തത്ത. സുരേഷ് പരിചരിച്ച് സുഖപ്പെടുത്തിയ തത്ത ഇപ്പോൾ ഈ വീട്ടിലെ അംഗമാണ്. തറവാട്ടിൽ കാക്കകളെ ആക്രമിച്ചിട്ട് 10-15 കാക്കകൾ ഒന്നായിട്ട് വന്ന് കൊത്തി ഇതിനെ അവശ നിലയിലാക്കിയിരുന്നു. അപ്പം ചിറകൊക്കെ ഒടിഞ്ഞ മാതിരി കഴിഞ്ഞ് മഞ്ഞളൊക്കെ തേച്ച് ഞാനതിനെ മഞ്ഞളൊക്കെ തേച്ച് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയി സുഖടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇത് പിന്നെ പോയിട്ടേ ഇല്ല. തുറന്ന് വിട്ടാലും ഒരു കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും. എൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ല. എൻ്റെ മക്കളെ മാതിരി തന്നെ 10-25 വർഷമായി ഇപ്പം എൻ്റെ അടുത്ത് തന്നെ. മോന് 1 വയസ്സുള്ളപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കൂ. പിന്നെ തുറന്ന് വിടുക എന്നാണ്, തുറന്ന് വിടലുണ്ട്. വിട്ടാലും മൂപ്പര് പോയിട്ട് ഇങ്ങോട്ട് തന്നെ പോരും. പിന്നെ രാത്രി കിടക്കാനൊക്കെ എൻ്റെ ബെഡ്റൂമിലേക്ക് തന്നെയാണ് വരിക കിടക്കായി. പിന്നെ എനിക്ക് ഭക്ഷണങ്ങളൊക്കെ തീറ്റി തരും ചില സമയത്ത്. അങ്ങനെ പല ഇതുണ്ട്. ഇതാണെങ്കിൽ ഇത് ഇവിടുന്ന് പോകുന്നുമില്ല. ഇതിനെ ഞാൻ പുറത്തേക്ക് തുറന്ന് വിട്ടിരുന്നു. കുറേ കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് മരത്തിൻ്റെ മേലെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതും കൊണ്ട് തന്നെ വരും. ഞങ്ങൾ ആ വീട്ടിൻ്റെ കൊലായത്തിനേമേലൊക്കെ വന്നിരിക്കും. പിന്നെ മക്കളെ പറഞ്ഞാൽ മക്കളുമായി തന്നെ നടക്കുന്നതിനെ കൊണ്ട് ഭാര്യേനെയും ഇനിയും ഭയങ്കര ഇഷ്ടമാണ്. ഭാര്യയും ഞാനും കൂടെ എന്ത് അടിപിടിമാതിരി വെറുതെ അതിൻ്റെ മുന്നിൽ കളിച്ചാലും അതിനൊരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് മക്കളാണെങ്കിൽ ചിലപ്പം മക്കളെ പായിപ്പിക്കും എൻ്റെ അടുത്ത് നിന്നിട്ട്. ഉച്ചക്ക് ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ അത് ഊണ് കഴിക്കാൻ വരിക. ഊണ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ഭക്ഷണങ്ങൾ എന്നെ തീറ്റൽ, അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ തീറ്റുന്ന പണിയില്ല. എന്നെ തീറ്റും. അത് കഴിഞ്ഞ് എന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ എന്ത് കൊടുത്താലും അത് തിന്നോളും. ഇന്ന സാധനം ഒന്നുമില്ല, ഞാൻ എന്ത് കഴിക്കുകയാണോ അത് അതിന് വേണം. പിന്നെ മക്കളൊക്കെ ചിലപ്പോൾ എന്ത് കൊടുക്കുക അച്ഛനെന്ന് പറയുമ്പോൾ
അത് വാങ്ങിയിട്ട് എൻ്റെ വായിലേക്ക് ഇട്ട് തരും. അപ്പം അത് കഴിക്കണ്ടോയെന്ന് നോക്കും. പിന്നെ കല്യാണപ്പരയിലൊക്കെ പോയി രാത്രിയൊക്കെ വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിക്കാതെ കിടക്കുകയാണെങ്കിൽ ഇത് ഭക്ഷണം കഴിക്കാതെ നിൽക്കും. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇരുന്നൊരു ഭക്ഷണം കഴിക്കുന്നത്. ഒരിത്തിരി ഭക്ഷണം കഴിക്കുന്ന മാതിരി കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കും എന്ന് വെച്ചിട്ട്. അപ്പോൾ കഴിക്കുന്നുണ്ടോയെന്നുള്ളത് നോക്കിയും കൊണ്ടാണ് പിന്നെ അത് കഴിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇത്. അതാണ് ഇപ്പം ഒന്നും വിട്ടു പോകുന്നില്ല. പരിക്കുപറ്റിയ തത്ത കൂടെ കൂടിയതിന്റെ കഥയാണ് ഇപ്പോൾ കണ്ടതെങ്കിൽ ഇനി തന്റെ ജീവനെ പോലെ തന്നെ യുദ്ധഭൂമിയിൽ നിന്ന് ഒപ്പം കൂട്ടിയ സൈറ എന്ന നായയുടെ കഥ കാണാം. സൈറയ്ക്ക് ഇപ്പോൾ മൂന്നാറാണ് സ്വന്തം നാട്. യുദ്ധക്കെടുതിയെ അതിജീവിച്ച് ഇടുക്കിയുടെ മണ്ണിലേക്കെത്തിയ സൈബീരിയൻ ഹസ്കി ഇനത്തിൽപ്പെട്ട സൈറ ഇവിടുത്തെ കാലാവസ്ഥയും അതിജീവിച്ചു. യുക്രൈൻ യുദ്ധം ആരംഭിച്ച കാലത്താണ് ഈ നായക്കുട്ടി ഇടുക്കിയുടെ മണ്ണിലേക്ക് എത്തിയത്. സൈറയെ ആരും മറക്കാനിടയില്ല. 1 വർഷം മുൻപ് കേരളത്തിലെത്തിയതാണ് സൈബീരിയൻ ഹസ്കി ഇനത്തിൽപ്പെട്ട ഈ നായ. MBBS പഠനത്തിനായി യുക്രൈനിലെത്തിയ മൂന്നാർ സ്വദേശിനി ആര്യയെയും കൂട്ടരെയും കാത്തിരുന്നത് യുദ്ധമുഖത്തെ ഭീകര കാഴ്ചകളായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള തത്രപ്പാടിൽ സ്വന്തം വളർത്തുനായയെ യുദ്ധഭൂമിയിൽ ഉപേക്ഷിക്കാൻ ആര്യ തയ്യാറായില്ല. അന്ന് 5 മാസമായിരുന്നു സൈറയുടെ പ്രായം. അവശനിലയിലായിരുന്ന നായയെ എടുത്തുകൊണ്ട് 12 കിലോമീറ്ററാണ് യുക്രൈൻ അതിർത്തി മേഖലയിലേക്ക് ആര്യ നടന്നത്. നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ച് സർക്കാരിന്റെ സഹായത്തോടെ ആര്യയും സൈറയും ഇന്ത്യയിലെത്തി. പിന്നീട് ഈ നായക്കുട്ടി മൂന്നാറിൽ സ്ഥിരതാമസമാക്കി. സൈറ ജനിച്ചതിനേക്കാളും കൂടുതൽ ഇവിടെ ഇപ്പൊ നിന്നേക്കുന്നത്. സൈറയ്ക്ക് ഇപ്പൊ 1.5 വയസ്സായി. ഞാൻ ഇങ്ങോട്ട് ഒരു 5 മാസം ഉണ്ടായിരുന്നപ്പോഴാണ് കൊണ്ടുവന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആള് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ എപ്പോഴും വീടിന്റെ അകത്താണ്. വീടിൻ്റെ അകത്ത് അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വലിയതായിട്ട് വെളിയിലെടുക്കുന്നില്ല. ചൂടൊന്നും അവൾ അത്ര കൊള്ളുന്നില്ല. പിന്നെ ഇപ്പൊ അത്യാവശ്യം കൊണ്ടെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ആൾ അഡാപ്റ്റഡ് ആയി. സൈറ മൂന്നാറിന്റെ കാലാവസ്ഥയോട് പൂർണ്ണമായും ഇണങ്ങി. വീടിന് പുറത്തേക്ക് അധികം ഇറങ്ങാറില്ല. തണ്ണിമത്തനാണ് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. യുദ്ധക്കെടുതികൾക്ക് അയവ് വന്നതോടെ യുക്രൈനിലേക്ക് തിരികെ എത്തി പഠനം പൂർത്തീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ആര്യ. എങ്കിലും സൈറ നാട്ടുകാരിയായി മൂന്നാറിൽ തന്നെ തുടരും. USAT മൂന്നാർ. ഇനി നമുക്കൊരു അതിജീവനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രചോദനമാക്കുകയോ ചെയ്യുന്ന ഒരു കഥ കേൾക്കാം. പോളിയോ ശരീരം തളർത്തിയെങ്കിലും സ്വപ്നങ്ങൾ വിടാതെ പിന്തുടർന്ന് ജീവിത വിജയം നേടിയ വില്ലേജ് ഓഫീസറുടെ കഥയാണ് ഇനി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വില്ലേജ് ഓഫീസർ ദിലീപ് കുമാർ എന്ന 42-കാരന്റെ വിശേഷങ്ങളിലേക്ക്. തൊഴുക്കൽ ഭാസ്കർ നഗർ ഉത്രാടത്തിൽ ദിലീപ് കുമാർ എന്ന 42-കാരന് പറയാനുള്ളത് വിധിയെ തോൽപ്പിച്ച കഥയാണ്. നിർധന കുടുംബത്തിൽ ജനിച്ച ദിലീപ് കുമാറിന്റെ പഠനം മുന്നോട്ടു പോയത് സുമനസ്സുകളുടെ സഹായം കൊണ്ടായിരുന്നു. പരസഹായമില്ലാതെ സഞ്ചരിക്കാൻ കഴിയാത്ത ബാല്യത്തിലെ പഠനം തിരുവനന്തപുരത്തെ പോളിയോ ഹോമിലായിരുന്നു. 1 മുതൽ 10 വരെ പഠനം പൂർത്തിയാക്കിയ ദിലീപ് കണ്ണമ്മൂലയിലെ CSI ബോയ്സ് ഹോമിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. 2009 നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിലെ LD ക്ലർക്കായി ജോലി നേടിയ ദിലീപ് കുമാറിന് സഞ്ചരിക്കാൻ ഒരു വീൽചെയർ മാത്രമായിരുന്നു ആശ്രയം. വായ്പയെടുത്ത് സ്വന്തമാക്കിയ ഈ ഇലക്ട്രിക് വീൽചെയർ ദിലീപ് കുമാറിന് പുത്തൻ ചിറകുകളാണ് സമ്മാനിച്ചത്. ആ യാത്ര വില്ലേജ് ഓഫീസർ പദവിയിലെത്തിച്ചു. എല്ലാവരും എന്നോട് ഇതുപോലത്തെ വാഹനങ്ങൾ ചെയ്ത് വീട്ടിൽ പുറത്തിറങ്ങാതെ ഇരിക്കുന്ന പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരുമായ ആൾക്കാർ എങ്ങനെ പുറത്തിറങ്ങാം എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നുണ്ട്. ഒരുപാട് സംഘടനകൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ വീൽ ചെയർ പാവപ്പെട്ടവർക്ക് എങ്ങനെ കൊടുക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈ കാറ് വാങ്ങിയിട്ട് ഓടിക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ എങ്ങനെ കാറ് ഓടിച്ചില്ലെങ്കിൽ പോലും വേറൊരാൾ ഓടിച്ചാലും നമുക്കൊരു റാമ്പ് ഉണ്ടെങ്കിൽ ആരുടെ സഹായം ഇല്ലാതെ വീൽ ചെയർ കയറി ഇരിക്കാമല്ലോ, കാറിൽ കയറാമല്ലോ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് വലിയ സന്തോഷം തരുന്നത്. ഇത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഓരോ ആഗ്രഹങ്ങളും എന്നെ പാഷനാണ്. അത് ആ പാഷന് വേണ്ടിയിട്ട് നമ്മൾ പുറകെ പോയാൽ എനിക്ക് തോന്നുന്നു അത് നടക്കും. യാത്രാ ദുരിതങ്ങൾ പരിഹരിക്കാൻ ഒരു കാറായാലെന്തെന്ന ചിന്ത നിരവധി കാർ കമ്പനികളുടെ പങ്കുവെച്ചെങ്കിലും ഭിന്നശേഷിക്കാർക്കുള്ള കാറില്ലെന്ന മറുപടി ദിലീപിനെ കുറച്ച് വിഷമിപ്പിച്ചെങ്കിലും തൃശൂർ ഒല്ലൂരിലെ
ഒരു മോട്ടോർ മെക്കാനിക് കമ്പനി ദിലീപിന് അനുയോജ്യമായ കാർ സജ്ജീകരിച്ചു നൽകാമെന്ന ഉറപ്പുമായി മുന്നോട്ട് വന്നത് കൂടുതൽ പ്രതീക്ഷ നൽകി. തുടർന്ന് ഇലക്ട്രിക് വീൽചെയറിന്റെ മാത്രം സഹായത്തോടുകൂടി പരസഹായമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന കാർ എന്ന ദിലീപിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. വിനയാണ് ദിലീപിന്റെ ഭാര്യ. ഉത്തരയും ഉണ്ണിമായയും മക്കൾ. ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നതാണ് ദിലീപിന്റെ ജീവിതാഭിലാഷം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ജീവിതത്തിൽ പല പ്രതിസന്ധി ഉണ്ടായിട്ടും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ ബാബു കാടാമ്പഴിയുടെ കഥ കാണാം ഇനി. പരിചയപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് പോസിറ്റീവ് എനർജിയും പ്രചോദനവും ഒക്കെ നൽകുന്ന ആളാണ് ബാബു. കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്നാൽ ഒരു യന്ത്രക്കസേരയിൽ കുറെ കടലാസു പേനകളും പുസ്തകങ്ങളുമായി ഒരാളെ കാണാം. ഇത് ബാബു. അദ്ദേഹം വിൽക്കുന്ന പുസ്തകങ്ങളിൽ 2 എണ്ണം സ്വന്തം രചനകളാണ്. പേനകൾ ഭാര്യ ശാന്തി നിർമ്മിക്കുന്നതും. ബാബുവിന് ഒരു കഥയുണ്ട്. വീണുപോയിടത്തു നിന്നും ഉയർത്തെഴുന്നേറ്റതിന്റെ, വിധിയോട് നടത്തുന്ന പോരാട്ടത്തിന്റെ കഥ. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണ ജോലിക്കിടെ ഒരു വീഴ്ച പറ്റി ഏറെക്കാലം ബോധമില്ലാതെ പിന്നീട് ശരീരം തളർന്നും കിടന്നു. ജോലി കൽപ്പനയായിരുന്നു. കൽപ്പന ചെയ്തോണ്ടിരിക്കുമ്പോ വിടാൻ പോയി. അപ്പൊ അടുത്ത കല്ല് പിടിച്ചു, അങ്ങനെ വീണു. വിടാൻ പോയപ്പോ ആ കല്ല് വയറ്റത്ത് വീണു. ഞാൻ ഇപ്പോ വിടാൻ പോയപ്പോ പിടിച്ച കല്ല് വയറ്റത്ത് വീണു. കുടല് പൊട്ടി. വയറിന് ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ പിന്നെ സ്ട്രോക്ക് വെച്ചുണ്ടായത്. അതിന്റെ ശേഷമാണ് 10 കിടപ്പിലായത്. സ്ട്രോക്ക് പറ്റിയതിന് ശേഷം പിന്നെ സംസാരം പോയി. ഒന്നും കഴിയാത്തൊരവസ്ഥയായിരുന്നു. 5 മാസം ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഒന്നിനും കഴിയില്ലെന്ന് കരുതി തളർന്നു പോയിടത്തുനിന്നും പതിയെ ബാബു ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. അതിന് സഹായവുമായി ഒരുപാട് പേർ കൂടെ നിന്നു. അക്ഷരങ്ങളായിരുന്നു ആദ്യം കൂട്ട്. കവിതകൾ എഴുതി. പിന്നെ സ്വന്തം ജീവിതവും പുസ്തകരൂപത്തിലാക്കി. പങ്കാളിയായി ശാന്തി കൂടി വന്നതോടെ ജീവിതം കുറെ കൂടി സുന്ദര സുരഭിലമായി. 2 വർഷം മുൻപ് സർക്കാരിന്റെ ഇലക്ട്രിക് വീൽചെയർ കൂടി കിട്ടിയതോടെ കടലാസു പേനകളും പുസ്തകങ്ങളും വിൽപ്പനയ്ക്കായി സ്വയം യാത്ര ചെയ്യാനും തുടങ്ങി. 2022 വാഹനം കിട്ടി. ഞാനാണെങ്കിൽ പുറത്ത് ഇറങ്ങാൻ തുടങ്ങി. ആ വീട്ടിൽ എഴുത്തൊന്നും ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ വെച്ചതിന് മുന്നേ തന്നെ ഞാൻ എഴുതിയിരുന്നു. അത് അന്നൊക്കെ എഴുതിയിട്ട് കളയുകയായിരുന്നു ചെയ്തിരുന്നത്. പുസ്തകം ഇറങ്ങിയത് ഈ 2014 ഇന്ന് കാടാമ്പുഴ ക്ഷേത്രത്തിൽ വരുന്നവർ പലരും ബാബുവിന്റെ കഥ അറിഞ്ഞ് അതിജീവനത്തിന് കൈത്താങ്ങാവുന്നുണ്ട്. തിരിച്ചടികളിൽ തളരുന്നവരോട് ബാബുവിന് പറയാനുള്ളത് ഇത്രമാത്രം. അങ്ങനെയുള്ളവരൊക്കെ നമ്മളെ പോലെ ഒന്നുകൂടെ പോസിറ്റീവായി ചിന്തിക്കുക. ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. തളരില്ല ഒരിക്കലും, മനസ്സുണർന്നിരുന്നാൽ എന്നു പേരിട്ട ബാബുവിന്റെ ജീവിതകഥയുടെ പേര് തന്നെ എല്ലാം പറയുന്നു. ഒരു വീഴ്ചയിലും ഒടുങ്ങുന്നതും ഒതുങ്ങുന്നതുമല്ല ജീവിതം. കാടാമ്പുഴയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. പെൻസിൽ ആർട്ടിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ ഹൈറേഞ്ച് സ്വദേശിയെ പരിചയപ്പെടാം ഇനി. ഇടുക്കി കട്ടപ്പന ലബക്കട സ്വദേശി ലിബിൻ ദേവസിയാണ് പെൻസിൽ ആർട്ടിൽ മികവ് തെളിയിച്ചിരിക്കുന്നത്. ലിബിൻ ഇതിനോടകം 3 വേൾഡ് റെക്കോർഡുകളും കരസ്ഥമാക്കി. പെൻസിൽ കൊണ്ട് എന്തെഴുതിയാലും അവ എളുപ്പം മാഞ്ഞുപോകും. എന്നാൽ പെൻസിലിൽ കുത്തിയെടുത്തവ ഒരിക്കലും മായാതെ ചരിത്രത്താളുകളിലേക്ക് മാറ്റിയെഴുതുകയാണ് ഈ യുവാവ്. പെൻസിൽ ആർട്ട് അല്ലെങ്കിൽ മൈക്രോ ആർട്ട് എന്ന കലാരൂപത്തിലൂടെ കട്ടപ്പന ലബക്കട സ്വദേശി ലിബിൻ ദേവസ്യ കരസ്ഥമാക്കിയത് 3 റെക്കോർഡുകളാണ്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ നാഷണൽ വേൾഡ് റെക്കോർഡ്, ഹാർവർഡ് വേൾഡ് റെക്കോർഡ് എന്നിവയാണ് സ്വന്തമാക്കിയത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു തെലുങ്ക് ചിത്രത്തിലെ പെൻസിൽ ആർട്ടിലെ ചില സവിശേഷതകളാണ് ഇക്കാര്യത്തിൽ പ്രചോദനമായതെന്ന് ലിബിൻ പറയുന്നു. പെൻസിലിന്റെ ലെഡിൽ ലിബിൻ ആദ്യം ചെറുപൂക്കളും പിന്നീട് ചെറിയ അക്ഷരങ്ങളുമൊക്കെ കുത്തി തുടങ്ങി. കോവിഡ് കാലത്ത് നേരം പോക്കിനായി തുടങ്ങിയ പെൻസിൽ ആർട്ട് പിന്നീട് വരുമാനമാർഗമായി മാറി. സ്വകാര്യ ബൈക്ക് ഷോറൂമിലെ ജീവനക്കാരനായ ലിബിൻ ദേവസ്യ
ഇപ്പോൾ ഒഴിവു സമയം പൂർണ്ണമായും പെൻസിൽ ആർട്ടിനായി മാറ്റിവെക്കുകയാണ്. കൊത്തിയെടുത്ത ചില മാതൃകകൾ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചതോടെ ആവശ്യക്കാരും നിരവധിയായി. 300 രൂപ മുതൽ 1000 രൂപ വരെയാണ് ശില്പങ്ങളുടെ വില. പെൻസിൽ ആർട്ടിന് പുറമെ ചിത്രകലയിലും ലിബിൻ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ന്യൂസ് 18 കട്ടപ്പന. കോലിഞ്ചി കൃഷിയിൽ മികച്ച നേട്ടവുമായി പത്തനംതിട്ടയിലെ മലയോര കർഷകർ. കാട്ടുമൃഗങ്ങളുടെ ശല്യത്താൽ പൊറുതിമുട്ടിയ കർഷകരാണ് മറ്റു കൃഷികൾ ഉപേക്ഷിച്ച് കോലിഞ്ചി കൃഷി ചെയ്യുന്നത്. വരുമാനം കുറവാണെങ്കിലും കോലിഞ്ചി കൃഷിക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇല്ലാത്തതാണ് ഈ കൃഷി ചെയ്യാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. നട്ടുവളർത്തിയ കാർഷിക വിളകൾ കാട്ടുമൃഗങ്ങൾ കൂട്ടമായി നശിപ്പിക്കുന്നത് പതിവായതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ കർഷകരാണ് കോലിഞ്ചി കൃഷി പരീക്ഷിച്ചത്. പത്തനംതിട്ടയിലെ കിഴക്കൻ മലയോര മേഖലയായ സീതാത്തോട്, ചിറ്റാർ, കൊക്കാത്തോട്, ചെങ്ങറ തുടങ്ങിയ മേഖലയിലെ കർഷകരാണ് കോലിഞ്ചി കൃഷി വ്യാപകമായി ചെയ്യുന്നത്. മറ്റ് കൃഷികളെക്കാൾ വരുമാനം കുറവാണെങ്കിലും നല്ല വിളവ് ലഭിക്കുന്നതിനാൽ കർഷകർക്ക് കോലിഞ്ചി കൃഷി ആശ്വാസമാണ്. മൃഗശല്യം കൂടിയപ്പോഴത്തേന് പെട്ടെന്ന് എന്നാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കോലിഞ്ചി കൃഷിയൊക്കെ, കാരണം ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ആൾക്കാരും മൊത്തം ഈ പഞ്ചായത്തുകൾ ഏറെക്കുറെ മൊത്തത്തിൽ സത്യത്തിൽ ഈ കൃഷിയാണ് ഇപ്പോൾ തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ മൃഗശല്യം കൂടുതലായതുകൊണ്ടായിരിക്കാം, എന്നുള്ളതല്ല, ഒരു 100% അത് തന്നെയാണ് അതിൻ്റെ സംഭവം. 3 വർഷത്തിലൊരിക്കൽ മാത്രമാണ് കോലിഞ്ചി കൃഷിയുടെ വിളവെടുപ്പ്. വേനൽക്കാലമായതോടെ മലയോര മേഖലയിൽ ഇപ്പോൾ കോലിഞ്ചി കൃഷിയുടെ വിളവെടുപ്പ് കാലമാണ്. കർഷകരിൽ നിന്നും നേരിട്ട് വ്യാപാരികൾ മൊത്തമായി കോലിഞ്ചി വാങ്ങുന്നതിനാൽ മറ്റ് ചെലവുകൾ കുറയ്ക്കാനും കഴിയും. വാഴ, ചേമ്പ്, കപ്പ തുടങ്ങിയ കാർഷിക വിളകൾ കർഷകർക്ക് ആദായമാണെങ്കിലും വന്യമൃഗശല്യത്താൽ കൃഷി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. തുടർച്ചയായി കൃഷിനാശം സംഭവിച്ച കർഷകരാണ് മലയോര മേഖലകളിൽ കോലിഞ്ചി കൃഷി ചെയ്യുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കാർഷികം പോലെ തന്നെ വികസനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം. ഇനി ടൂറിസം മേഖലയുടെ പദ്ധതികളും വിശകലനങ്ങളും. ഗ്രാമീണ ടൂറിസം മേഖലയുടെ വികസനത്തിന് ഇടുക്കി നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ പദ്ധതി ഒരുങ്ങുന്നു എന്നതാണ് വാർത്ത. തേക്കടിയിലും മൂന്നാറിലും എത്തുന്ന സഞ്ചാരികളെ ഗ്രാമീണ കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. രാമക്കൽമേട്, തൂവൽ, ശ്രീനാരായണപുരം, പൊന്മുടി ജലാശയം, കൈലാസപ്പാറ, ആമപ്പാറ, കാറ്റുന്നിമേട് തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളെ കോർത്തിണക്കിയാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഒരുക്കുന്നത്. ഏലം, കാർഷിക മേഖലയുടെ സാധ്യതകളും ട്രെക്കിംഗ്, ജീപ്പ് സവാരി സാധ്യതകളും വികസിപ്പിക്കും. ഇതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 7 പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തിയാകും പദ്ധതി ഒരുക്കുക. ഇതിനു മുന്നോടിയായി ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി ടൂറിസം വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. DTPCയുടെ സഹായത്തോടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കുറഞ്ഞത് ഒരു ഡെസ്റ്റിനേഷനെങ്കിലും വികസിപ്പിക്കും. മൂന്നാറിനും തേക്കടിക്കും മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ ടൂറിസം സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 നെടുങ്കണ്ടം. ഗ്രാമീണ മേഖലയിൽ ടൂറിസത്തിൽ വികസനം എത്തുമ്പോൾ പ്രദേശവാസികൾക്കാണ് അതിന്റെ പ്രയോജനം ഏറെ ലഭിക്കുക. വയനാട് ജില്ലയിൽ ടൂറിസത്തിന്റെ ഭാഗമാക്കുന്ന ഓട്ടോ ഡ്രൈവർമാരുടെ പദ്ധതിയെപ്പറ്റിയാണ് ഇനി. കുറഞ്ഞ ചെലവിൽ ഓട്ടോറിക്ഷയിൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുക്കുന്ന ടുക് ടുക് പദ്ധതിക്ക് വയനാട്ടിൽ തുടക്കമായി. ഓട്ടോ ഡ്രൈവർമാരെ മുഖ്യധാര ടൂറിസം വികസനത്തിന്റെ ഭാഗമാക്കുന്നതാണ് ടുക് ടുക് ടൂറിസം പദ്ധതി. വയനാട് കാണാനെത്തുന്ന വിദേശികളടക്കമുള്ള സഞ്ചാരികളെ ഓട്ടോറിക്ഷയിൽ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതാണ് പദ്ധതി. DTPCയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായി വൈത്തിരി, അമ്പലവയൽ, ബത്തേരി എന്നിവിടങ്ങളിലുള്ള 100ഓളം ഓട്ടോ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകി. തുടങ്ങിയിട്ട് കുറച്ചു കാലമായി, പക്ഷെ ഇപ്പോഴാണ് DTPC കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾക്കും കൂടെ കുറച്ചൊരു ഉത്തരവാദിത്തം കൂടുന്ന മാതിരി തോന്നുന്നു. ബെൽജിയം സ്വദേശികളായിരുന്നു ടുക് ടുക് പദ്ധതിയുടെ ആദ്യ സഞ്ചാരികൾ. I am very happy because in India it's very good and for me the tuk-tuk it's new and I like this. I feel good because the tuk-tuk is good. It's possible to visit all the places with tuk-tuk. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കുറഞ്ഞ ചെലവിൽ മനോഹരമായ പ്രദേശങ്ങൾ കണ്ടുമടങ്ങാനാകുമെന്നതാണ് ടുക് ടുക് ടൂറിസത്തിന്റെ പ്രത്യേകത. ജില്ലയിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനുള്ള നടപടികൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഓട്ടോ ഡ്രൈവർമാരെ കണ്ടെത്തി മാർച്ച് പകുതിയോടെ പരിശീലനം നൽകും. സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ സഞ്ചാര വഴികൾ കണ്ടെത്താനുള്ള ലക്ഷ്യത്തിലാണ് DTPC. ന്യൂസ് 18 വയനാട്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പദ്ധതികൾ മാത്രം പോരാ, ദൃശ്യവിരുന്നും ഉണ്ടാകണം.
അങ്ങനെയുള്ള നയനമനോഹരവും ഏറ്റവും ആസ്വാദ്യകരമായ ഒരു യാത്രാ അനുഭവം സമ്മാനിക്കുന്ന ഒരു പ്രദേശം പരിചയപ്പെടാം ഇനി. പച്ച പൊതിച്ച തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയാണിത്. ഇടുക്കിയിലെ ഏലപ്പാറയിൽ നിന്നും ചെമ്മണ്ണ് കൊച്ചു കരിന്തിരി വഴിയുള്ള റോഡാണ് ഈ യാത്ര സമ്മാനിക്കുന്നത്. വാഹനയാത്ര ആസ്വദിക്കുന്ന നിരവധി സഞ്ചാരികളാണ് യാത്രയ്ക്കായി ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. മലകളും കുന്നിൻ ചെരുവുകളും നിറഞ്ഞ റോഡ്, ഇരുവശങ്ങളും തേയിലക്കുന്നുകളും താഴ്വാരങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം. ഇടുക്കിയുടെ ആകെയുള്ള ഭൂപ്രകൃതി ഇതാണെങ്കിലും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഇടങ്ങൾ വേറെയുമുണ്ട് ഇടുക്കിയിൽ. ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് റോഡ് യാത്രയ്ക്ക് അനുയോജ്യമായ സ്ഥലമാണ് ഏലപ്പാറയിൽ നിന്നും ചെമ്മണ്ണ് കൊച്ചുകരിന്തിരി വഴിയുള്ള റോഡ് യാത്ര. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത്. ഒരിക്കൽ ഇതുവഴി കടന്നുപോകുന്നവർ വീണ്ടും സഞ്ചാരത്തിനായി തെരഞ്ഞെടുക്കുന്ന വഴി. കേരളത്തിന് പുറത്തു നിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് അവധി ദിനങ്ങളിൽ ഇതുവഴി കടന്നുപോകുന്നത്. சீனரி எல்லாம் சூப்பராக இருக்குது. திஸ் இஸ் ஸ்ட்ரீம் ரன்னிங். ஸோ அதோட இந்த லேண்ட்ஸ்கேப் அண்ட் சன்செட்டோட இட்ஸ் வெரி നൈസ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ റോഡിലൂടെയുള്ള യാത്ര ഇടം പിടിച്ചു കഴിഞ്ഞു. ഇത് കണ്ടും നിരവധി ആളുകൾ ഇതുവഴി എത്തുന്നുണ്ട്. ഫോട്ടോ എടുക്കുവാൻ പറ്റിയ നിരവധി ഇടങ്ങൾ ഇതുവഴിയുള്ളതിനാൽ സമയം ചെലവിടുന്നവരും ഏറെയാണ്. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാത കൂടിയാണിത്. അടുത്തിടെ റോഡ് ആധുനിക നിലവാരത്തിൽ ഉയർത്തിയ ശേഷമാണ് ആളുകൾ കൂടുതലായി ഇതുവഴി എത്തിത്തുടങ്ങിയതും. ന്യൂസ് 18 ഇടുക്കി. വൈത്തിരിയിലെ സ്വകാര്യ റിസോർട്ടിൽ എത്തിയ ഒരു പ്രത്യേകതയുള്ള ട്രക്ക് കാണാം. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർക്കൊപ്പം കുതിച്ചുപാഞ്ഞ സെൽ ട്രക്കാണിത്. വയനാട്ടിലെ സ്വകാര്യ റിസോർട്ടിൽ ട്രക്ക് കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. EVN ഗ്രൂപ്പ് ചെയർമാൻ ജോസ് മാത്യു ആണ് തലയുയർത്തി നിൽക്കുന്ന ഈ ഭീമൻ ട്രക്കിനെ വയനാട്ടിലെത്തിച്ചത്. 1999 മെയ് 8 മുതൽ ജൂലൈ 26 വരെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സേനയുടെ ഭാഗമായിരുന്നു ഈ കൂറ്റൻ വാഹനം. റോൾസ് റോയ്സിന് തുല്യമായ ആഡംബര കാറുകൾ നിർമ്മിച്ചിരുന്ന റഷ്യൻ കമ്പനിയായ സില്ലാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. മിസൈലുകൾ റീഫിൽ ചെയ്യുന്നതിനാവശ്യമായ ഓക്സിജൻ സിലിണ്ടറുകൾ യുദ്ധഭൂമിയിൽ എത്തിക്കുന്നതിനും ഈ വാഹനം നിർണായക പങ്ക് വഹിച്ചിരുന്നു. 2.9 മീറ്റർ ഉയരമുള്ള ഈ ട്രക്കിന് ഏത് കയറ്റവും ഇറക്കവും അനായാസമായി കയറിയിറങ്ങാൻ കഴിയും. 6-7 വലിയ ട്രക്കുകൾ, ഒന്ന് മാക്ക്, ഒന്ന് ടെട്ര, അതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിലുള്ളതാണ്. പിന്നെ ക്രാസ്, ദാറ്റ് ഓൾസോ റഷ്യൻ മേക്കാണ്. ക്രാസ് വലിയ വണ്ടി. ക്രാസിൻ്റെ 3 വണ്ടിയുണ്ട്. ഇത് കാശ്മീർ ബോർഡറിൽ നിന്നും രാജസ്ഥാൻ ബോർഡറിൽ നിന്നും ഓൺലൈൻ ഓപ്ഷനിലെടുത്ത് കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത്, വണ്ടിക്കാരും കൂടുതൽ കാശ് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടി റെഡിയാക്കി നിർത്തിയതാണ്. അപ്പോൾ വരുന്ന ആളുകൾക്ക് ഇനി ഇത് കാണണം. ഇതൊക്കെ ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ മിലിറ്ററിയിൽ ഉണ്ടാവില്ല. ഈ സൈസ് വണ്ടികളൊക്കെ തീരും. സൈനികർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള സജ്ജീകരണങ്ങളോട് കൂടിയാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ജോസ് മാത്യുവിന്റെ ശേഖരത്തിൽ 5ലധികം ട്രക്കുകൾ ഇനിയുമുണ്ട്. വൈത്തിരിയിലെ സ്വകാര്യ റിസോർട്ടിലെത്തിയ ട്രക്ക് കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് 18 വയനാട്. നാട്ടിൻപുറം പൂർണ്ണമാകുന്നത് മനോഹരമായ കൗവായി കായലിലെ ദൃശ്യങ്ങളോടെയാണ്. നമസ്കാരം.